ഹലോ, എന്താ വിശേഷം? സുഖല്ലേ? ഞാനിന്ന് വന്നത് എന്തിനറിയോ? രാവിലെ തന്നെ എന്നെ ഒരാൾ പേടിപ്പിക്കാൻ നോക്കി. അപ്പൊ ഞാൻ പേടിച്ചിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ അർജന്റ് ആയിട്ട് വന്നത്. വിഷയം വേറെ ഒന്നുമല്ല, ഞാൻ ഷാജിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വിഷയത്തിനെ ചൊല്ലിയിട്ട് അവൾ എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വിട്ടു. ഞാൻ എന്തായാലും പേടിച്ചിക്കണു. ഞാൻ കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുതില്ലേ, വേണമെങ്കിൽ ഒന്ന് കേട്ടോളി. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കേൾക്കരുത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വല്ല സഭയിൽ എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ ഹെഡ്ഫോൺ ഒന്ന് യൂസ് ചെയ്യുക, എന്നിട്ട് വേണം. കാരണം അത്ര വലിയ കവിതയാണ് 37 ചെല്ലണത്. ഒന്ന് കേട്ടു നോക്കിയേ. എടാ കള്ളപ്പന്നി, നീ ഗൾഫിൽ നിന്നിട്ട് ചെലക്കണ്ടാ, നിന്റെ വീട്ടിൻ്റെ അടുത്തുണ്ടാ? ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് നീ വല്ലാണ്ട് ഉണ്ടാക്കണം. നിന്റെ കെട്ടിയോളി കുട്ടികളി ഫോട്ടോ വയ്ക്കണം, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെങ്ങന്മാരി ഫോട്ടോ വയ്ക്കണം, എൻ്റെ ഫോട്ടോയിൽ വയ്ക്കുക. എടാ നിന്റെ കൂട്ടുകാരൻ നാറിക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയുന്നത് അവൻ എത്ര വലിയ നാറിയാണ്. അത് നീ വീഡിയോ ചെയ്യണം, നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പന്നി. എൻ്റെ പേര് മറ്റേ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നീ എന്ന് ഇവിടെ എത്തിന്ന് വെച്ചാൽ മതിട്ടാ. നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തമ്മിൽ കാണിക്കണ്ട. നീ നിന്റെ നാട്ടിൽ നീ നാറും. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നിന്റെ വീടിൻ്റെ അടുത്തുണ്ട്. നീ നാറാൻ നിൽക്കണ്ട. നീ നാറില്ല, നിന്റെ കുടുംബം നാറും. ഓക്കെ, നിന്റെ കുടുംബം നാറണമെങ്കിൽ നിന്റെ വായ അടക്കി വെച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവരുടെ അടുത്ത് ചലിക്കുമ്പോൾ നീ എൻ്റെ ഒരു ചലിച്ചിട്ട് നിന്റെ കേണ്ടി അടിച്ചു കൊടുക്കും കള്ളപ്പന്നി. ഇത് നിനക്ക് ഫസ്റ്റ് തരുന്ന ഞാൻ വാണിംഗ് ആണ്. ഇനി മറ്റേ നീ എൻ്റെ ഫോട്ടോ എൻ്റെ എവിടെയെങ്കിലും നീ എൻ്റെ വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം. പെണ്ണ് എന്താണെന്ന് നിനക്ക് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. കേട്ടോങ്ങളെ, ഇതാണ് അവളെ സംസ്കാരം. ഇവളെ വിചാരം എന്താ അറിയോ? ഇതുപോലെ അങ്ങോട്ട് ഇൻബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് നെട്ടിച്ച എല്ലാവരും നെട്ടുന്നതാണ്. ഇവളങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ പോലീസുകാർ അതിനായിട്ട് ഇരിക്കുകയാണ്. മണ്ണാർക്കാട് സ്റ്റേഷൻ എനിക്ക് അറിയാത്ത സ്റ്റേഷനാണല്ലോ അല്ലേ? ഞാനൊക്കെ കളിച്ചു വളർന്നത് ആ സ്റ്റേഷന്റെ പുറകിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഞങ്ങളൊക്കെ ഡെയിലി കളിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മണ്ണാർക്കാട് സ്റ്റേഷൻ എന്താണെന്ന് ഇന്നെ പരിചയപ്പെടുത്തണ്ട. അവിടെ അല്ല പോലീസുകാരെന്താണെന്നുള്ളത് ഇന്നെ പരിചയപ്പെടുത്തണ്ട കേട്ടോ. അതിനൊക്കെ വേറെ ആളെ നോക്ക്. ഈ അനക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുത്തോ, 100% ഞാൻ അതിനോട് യോജിക്കുള്ളൂ. പിന്നെ ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് എതിരെയുള്ളൊരു വീഡിയോ ഞാൻ സംസാരിച്ചു. അത് എന്തിനെ കുറിച്ചിട്ടാണ്? നീ നിന്റെ ഉമ്മയെ പച്ച തെറി വിളിക്കണതിനെ കുറിച്ചിട്ട് അല്ലേ? നീ ആരെ മോളെ പേടിപ്പിക്കണേ? നിന്നെയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചിരിക്കുന്നു. അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ നീ എന്താണെന്നുള്ളത് നിന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായോ? നീ കണ്ടന്റിന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മാന്റെ അടിവസ്ത്രം പോലും ഇല്ലാത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോളാം. രണ്ടാമത് നിന്റെ കൂടപ്പറപ്പിങ്ങളെ പച്ച തെറി വിളിച്ചിട്ടും ഉമ്മാനെ തെറി വിളിച്ചിട്ടും നീ വീഡിയോ ചെയ്തവളാ. കേട്ടിട്ടില്ലല്ലോ? കേൾക്കാത്തവർക്ക് ഞാനത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അതൊന്ന് കേട്ടോക്കി. ഒന്നിലും എടീ ഷെരീഫ, വിജയം കാണില്ലടി ഷെരീഫ. കാരണം നീ കണ്ട ജ്യോത്സ്യന്മാരുടെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കിടന്നുണ്ടാക്കണതല്ലടി ഷാജി എന്ന് പറയുന്ന വ്യക്തി 5 നേരം നിസ്കരിച്ച് പടച്ചോനോട് തേടി സ്വന്തം ഉമ്മാനെയാണ് ഈ വിളിക്കണ ചീത്ത. എന്നിട്ടാടി ഞാൻ പുറത്തിറങ്ങുന്നത്. നിന്നെ പോലെ കൺവെക്ഷൻ പൗഡർ ഇട്ടിട്ടല്ലേടി നാറി ഞാൻ പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ നിന്റെ പോലെ ദസ്വീൻ കൈപ്പിടിച്ച് 6:30 സീരിയല് 7, 7:30, 8, 9, 10, 11 വരെ കാണുന്നവളല്ലടി ഞാൻ നാറി ഷെരീഫ. നീ ദിക്കറും സലാത്തും ചൊല്ലിയിട്ട് പടച്ചോന്റെ അടുത്ത് എത്തില്ലടി. അതെങ്ങനെയടി സീരിയലിന്റെ അകത്തിനുള്ളിലേക്കാടി അത് എത്തുക? അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നിനക്കേ വിവരല്ലടി ഷെരീഫ. നിന്റെ കൂടെയുള്ള അനുയായികൾക്ക് അതൊക്കെ തീരെ ഉണ്ടാവില്ല. കാരണം ഉണ്ടല്ലോ, കൂടെ കഴിയണ ഒന്നും നല്ല ആൾക്കാരല്ല. അതുകൊണ്ട് അവളുമാർക്കും വിവരം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? അപ്പൊ നമ്മള് പറയുമ്പോ നമ്മള് പൊട്ടത്തിയാവും വേറുള്ളവളാവും. നീ തന്നെ വിജയിക്കോടി ഷെരീഫ. കാരണം എന്താണെന്നറിയോടി നാറി? നിന്റെ വാപ്പാന്റെ മണ്ണ്, നിന്റെ പുത്താണിക്ക ഉണ്ടാക്കി വിട്ട മണ്ണുണ്ട്, നിന്റെ ആങ്ങളാർക്കും നിനക്കുണ്ട്. അതുപോലെ തന്നെ നീ ആയിട്ട് നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തിയും എനിക്ക് ഉണ്ടാക്കി തന്ന. നീ എന്ന തള്ളാന്ന് പറയുന്ന നടക്കണ നാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയായി. കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറിച്ച് കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി. വേളാപ്പ മൂത്തപ്പമാരൊക്കെ അവരൊക്കെ എന്താ പറയാ, പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ളവിടെ അല്ലടി. നമ്മൾ അങ്ങനെ അല്ലടി. നമ്മുടെ വാപ്പ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല. 3 എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടെന്ന് തന്ന ഓടി. തള്ളന്റെ കേസ് ഇങ്ങനെ. ഈ തള്ളയൊക്കെ 15 കൊല്ലം ഞങ്ങൾ എടി നീ ഉണ്ടാക്കി പാല് തന്നതിനുള്ള നീ എവിടെ എനിക്ക് പാല് വന്നിരിക്കുന്നത്? നീ എനിക്ക് എവിടെടി ഷെരീഫ പാല് വന്നിരിക്കുന്നത്? നിന്റെ ചെറിയ മകളുണ്ടല്ലോ, ഒന്നൊന്നു അവിടെ നടക്കണില്ലേ? നിന്റെ ചെറിയ മകളിനെ അവളുടെ കെട്ടിയോൻ വേശ്യാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞതാണ്. എന്റെ അടുത്ത് റെക്കോർഡുണ്ട്. നിന്റെ 2 മരുമക്കള് സംസാരിച്ച റെക്കോർഡുണ്ട്. നിന്റെ അവിടുത്തെ അമ്മൂസന്മാര് സംസാരിച്ച റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ നീ ആരുടെ അടുത്തൊക്കെയാണോ സംസാരിക്കുന്ന ആ റെക്കോർഡ് ഫുള്ള് എന്റെ അടുത്തുണ്ടടി ഷെരീഫ. നീ കടന്ന് ഇങ്ങനെ കണ
പുറത്തിട്ട് കാര്യമില്ല. തെളിവ് സഹിതം ചാറ്റി പുറത്തിടും മോളെ ശരീഫാനാറി. നീ ഇപ്പൊ ഇരിക്കണ എടി, നിന്നെ ആരടി ഇറക്കി വിട്ടത് പുല്ലേ? നീ ഇറങ്ങി പോയതല്ലടി പുല്ലേ. നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്നെ എന്താ പറയാ, എന്റെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോവടി നാറി. 1.5 ലക്ഷം ഇവിടെ വെച്ചിട്ട് നീ വർത്താനം, നീ ഇങ്ങനെ ആട്ടി ആട്ടി ഇടുന്ന കമ്മല്, അതുപോലെ തന്നെ നിന്റെ കയ്യിൽ കിടക്കണ വളാമോതിരം, ഇതെല്ലാം എന്റെ യൂട്യൂബിൽ ഞാൻ ഇറങ്ങി ഉണ്ടാക്കിയതാടി മോളെ. 1.5 ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാല് നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരും. അതുപോലെ തന്നെ നിന്റെ അനിയത്തിന്റെ മകനോട് എന്റെ അടുത്ത് പറ്റിച്ച് വാങ്ങിയ പൈസ നീ ആദ്യം തരാൻ പറയടി മോളെ. എന്നിട്ട് നീ വർത്താനം പറയടി പുല്ലേ. കണ്ട ഇച്ച്മീ കൈസയും ആക്കിയുള്ള എടി കൈസൊക്കെ അടി, നിനക്ക് ആണുങ്ങളെ പറ്റുമോ? നീ എങ്ങനെ കൈസിനോടൊക്കെ സംസാരിച്ച? നിനക്ക് ആണുങ്ങളെ പറ്റൂലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ആണുങ്ങളെ ഭയങ്കര ഇതാണല്ലേ നിന്റെ കാര്യല്ലേ മോളെ. അപ്പൊ നീ എന്താ പറയാ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞ പോലെ നീ അവന്റെ കഴുതന്റെ കാല് പിടിച്ചോ? പിടിക്കും നീ കാര്യം കാണാന്. എന്റെ പല്ലിൽ എന്തോ വായിക്കുന്നു ചാച്ചു, പല്ലിൽ എന്തെങ്കിലും ഉണ്ടാ? അപ്പൊ നീ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞ പോലെ ആ കഴുതന്റെ കാല് നീ പിടിച്ചു മോളെ. നിനക്കെട്ടിന്റെ പണി ഞാൻ വരുന്നുള്ളൂ മോളെ. നിന്റെ മക്കളെന്റെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസ് ഫുള്ള ഷാജിന്റെ കയ്യിൽ തെളിവാണ് മോളെ. നീ എന്റെ ഫോണിലല്ലടി മോളെ ഞാൻ മെമ്മറി കാർഡ് മേടിച്ച് നിന്റെ അത്രയും നിന്റെ മക്കളുടെ വീഡിയോസും നിന്റെ കള്ളു കുടിച്ച് തല്ലുന്ന നിന്റെ മോളിന്റെ വീഡിയോസും മാപ്പിളുടെ സുലൈമാനി പറഞ്ഞവൻ എല്ലാവരും ഷെമി, രണ്ടാമത്തെ ആ മകളൻ സുലൈമാൻ കള്ളും കുടിച്ച് രാത്രിയിൽ ഇതാ ഈ ചോര ഇതാ ഈ പൊരിയുന്ന മഴ ഉണ്ടോ, ഈ മഴയത്തും കൂടി ആട്ടി ഓടിച്ച് എടി പുല്ലത്തി നിന്റെ മകളിനെ ആട്ടി ഓടിച്ച് വിടുമ്പോഴോ എടി പുല്ലത്തി നിനക്ക് പൈസ തരുന്നത് ആരാടി പുല്ലത്തി? ഞാനല്ലടി. നീ നിറങ്ങണ പൈസ പറയില്ലടി പുല്ലത്തി. എന്തിനാടി നിന്റെ മകൾക്ക് ഗ്യാസ് നിറയ്ക്കാനും ആ മക്കൾക്ക് ചോറുണ്ടാക്കി കൊടുക്കാനും എന്തിനാടി ഈ നിറങ്ങണവളുടെ പൈസ നീ മേടിക്കുന്നടി പുല്ലത്തി? അയച്ചു കൊടുത്ത റിസൾട്ട് റെക്കോർഡുകൾ എന്തടി ഷെരീഫാ? തെളിവ് സഹിതം നിനക്ക് തരടി. നീ കൈസിനോട് നൊട്ടിയ പോലെ അല്ലടി. പിന്നെ നീയൊക്കെ ഒരു ഉമ്മയാണോടി? ഇവളുടെ ക്വാളിറ്റി എന്താന്നുള്ളത് അവൾ എനിക്ക് വിട്ട മെസ്സേജ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം അറിയും. അപ്പോൾ ഇവളെ കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കണമൊന്നുമില്ല. പിന്നെ ഇവളുടെ ഉമ്മന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവള് രാത്രിയെന്നോ പകലെന്നോ അല്ലാതെ ഷൂട്ടിംഗ് ആണ് വീഡിയോ ആണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ തോന്നുമ്പോഴേ കയറി വരുള്ളൂ, മക്കളെല്ലാം ഇവിടെ ഇട്ടിട്ട് അവളൊരു പോക്കാണ് പോകും എന്നൊക്കെ വോയിസിൽ അവളുടെ ഉമ്മന്നെ വളരെ വ്യക്തമായിട്ട് ആ കൈസിനോടുള്ള കോളില് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാ. ഞാൻ എൻ്റെ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ആഡാക്കും ചെയ്തതാ. ഇവള് എത്ര പേരോട് നടന്ന് പറയും ഇത് റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്ന? ഓള് മര്യാദക്ക് പറയല്ല, ഓള് ഭയങ്കര തെറിയ, നാറ്റിക്കും. പെണ്ണൊരുമ്പട്ടാൾ എന്താവും എന്നുള്ളത് കാണിച്ചു തരാന്ന്. എങ്കിലത് കാണണം, എനിക്ക് കാണണം. ഇതൊന്ന് കാണിക്ക്, അത്ര വലിയ ആളാണെങ്കിൽ ഒന്ന് കാണിക്ക്. ഞാൻ നിന്റെ വീഡിയോ ഒരിക്കലും ഞാൻ ചെയ്യണില്ല എന്ന് വിചാരിച്ചതാ, ഒന്നുമ്പോ ഞാൻ നിർത്തിയതാ. പക്ഷെ ഇന്ന് രാവിലെ ഇജ്ജ് വന്നിട്ട് ഇന്നെ വിളിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇനി അതൊന്ന് കണ്ടിട്ട് തന്നെ ഉള്ളൂ. കാരണം മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ അടുത്താണെന്നുള്ളത് എനിക്കറിയാം. നീ നിന്നെ കൊണ്ട് പറ്റണമെന്ന് ചെയ്ത് കാണിക്കുക. അന്യ ആണുങ്ങളെ ഇത്രത്തോളം തെറി വിളിക്കാൻ ഇവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളെ കെട്ടിയെന്ന് പറഞ്ഞ് നടന്നിട്ടില്ലേ ആ പാവ ആത്മഹത്യ ചെയ്തു. അത് എത്ര വലിയ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം. ഒരു ആത്മഹത്യ എന്നും പറഞ്ഞാൽ നിസാറാക്കി തള്ളിക്കളഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ, സ്വന്തം കെട്ടിയോ ആത്മഹത്യ ചെയ്തു. എത്ര നിവർത്തി കെട്ടിട്ടായിരിക്കും, എന്തെല്ലാം സഹിച്ചിട്ടാക്കാർ ആ പാവ ആത്മഹത്യ ചെയ്തിരിക്കണേ. ഇവൾക്ക് അതിന്റെ എന്തെങ്കിലും ഒരു കൂസലങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണോ? ഇവളെ ഈ മക്കളെയും വെച്ചിട്ട് അവരെയും കാണിച്ച് സെന്റിമെന്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരിത് കാണുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇവൾക്ക് ലൈക്കും കമന്റും കൊടുക്കുക, അത് നന്നായി മുതലെടുക്കുക. ഇതാണ് ഇപ്പൊ ഇവളുടെ സ്ഥിരം പണി. പിന്നെ ഇവൾ ആര് എന്ത് ഇവൾക്ക് എതിരെയുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അപ്പോൾ ഓണാക്കും ക്യാമറ. ഇപ്പൊ എന്റെ നാട്ടില് DHS എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരുവിധപ്പെട്ട പ്രമുഖരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ പിന്നെ എന്താ പറയുക ചെറുപ്പത്തിലെ വാപ്പിയും ഉമ്മയും നഷ്ടപ്പെട്ടവരായിക്കോട്ടെ ഇവരൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ എത്തീങ്കാന എന്ന് പറയും. ആ സ്കൂളിൽ പോയിട്ട് ഇവൾ അന്നൊരു ഡ്രാമ നടത്തിയിരുന്നു. ആ സ്കൂളുകാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. ഇവള് വിചാരിക്കണ എന്താ അറിയോ, എന്ത് തമ്മാടിത്തരം കാണിച്ചാലും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ പിന്നാലെ ആളുകൾ അങ്ങോട്ട് നടക്കുന്നതാണ്, ഇവള് പറയുന്നതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട്. അതിന്റെ പേരിൽ തന്നെയാണ് സ്വന്തം അമ്മാരി തെറി അവൾ വിളിച്ചത്, സ്വന്തം കൂടപ്പറപ്പിങ്ങളെ വിളിച്ചത്. ഇവളുടെ അക്രമം കാരണം ആ മഹാഭാവം ആത്മഹത്യ ചെയ്തു. അതിനെ കുറിച്ചിട്ടൊന്നും ഇവൾക്ക് ഒരു ടെൻഷനും ഇല്ല, കുടുംബത്തിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട. എന്നിട്ട് അവൾ ഇന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിക്ക. വെറുതെ ഒന്നല്ല കൈസ് നിന്നിട്ടിട്ട് ഇങ്ങനെ അലക്കണത്. അവനോട് കളിച്ചിട്ട് എന്തായി? ഇപ്പോ പടം വരച്ചു തന്നില്ലേ അവനെ?
ഇപ്പൊ എന്തായി, ഇപ്പൊ മതിയായോ നിനക്ക്? അവനെ വിളിച്ച് അവൻ നല്ല എണ്ണം പറഞ്ഞിട്ട് തന്നെ അവൻ നിനക്ക് നല്ലോണം തന്നുകൂടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിന്റെ കയ്യിലിരിപ്പ് അത്രയും മോശ. പിന്നെ ഇവൾക്ക് ഇപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കണു, ഷാജി ക്രീം എന്ന് പറഞ്ഞിട്ട്. വാങ്ങി യൂസ് ചെയ്യണോളൂ, നല്ലോണം ആലോചിച്ചോ, കുടുംബം കോഞ്ഞാട്ടേ ആവും. കാരണം എന്താ അറിയോ, ഇത് അവളുടെ പേരിൽ മാത്രമാക്കി ഇറക്കി കൊടുത്തതാ. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോയാണ്ടല്ലോ വിവരം അറിയും. ഇതൊന്നും വാങ്ങി നിങ്ങൾ പുരട്ടരുത്. ഇവളാണ് ലോക ഫ്രോഡ് കളിക്കണ പെണ്ണാണ് ഇവള്, ചില്ലറക്കാരത്തിയൊന്നും അല്ല. ഏതായാലും ഓള് ഇതിന്റെ പരാതി കൊടുക്കാൻ പോവല്ലേ. ഇതൊക്കെ നമുക്ക് ആ വഴിക്കെന്നാണ് തെളിയിച്ചണം. ഓളെന്നാണ് പരാതി കൊടുക്കട്ടെ. എനിക്കും അതന്നെ വേണ്ടത്. ഇതൊന്ന് പരാതി കൊടുക്കുക. ഞാൻ ഗൾഫിൽ നിന്ന് എപ്പോൾ വരണ്ടെന്ന് തീരുമാനിക്കണേ ഞാനാ, ഇയ്യല്ല കേട്ടോ. അതുകൊണ്ട് അജാതി ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇവളെ കുട്ടികളെയും കൊണ്ട് കാണിച്ചു കൂട്ടുന്ന അക്രമം എന്താന്നുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾ അവളുടെ അക്കൗണ്ട് നിർത്തുമൊക്കെ. ചെറിയ കുട്ടികളെ കൊണ്ടാണ് അവള് കൊല്ലുന്നും വെട്ടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കണ്ടന്റ് ആക്കി വിടുന്നത്. ഈ കുട്ടികളൊക്കെ വലുതായ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവളുടെയൊക്കെ കീഴിൽ വലുതായ ഇവളൊരു ക്യാമറയും തൂക്കി രാവിലെ ഇറങ്ങും, നാട്ടുകാരെ നെഞ്ഞത്തേക്ക് കയറാം. ആരാന്ന ഇവളെ വിചാരം? ഇവളെ വരട്ടലും വിലപേശലും ഒക്കെ വേറെ ആണുങ്ങളെ കണ്ടിട്ടില്ല. കണ്ടാൽ ഒരിക്കലും ഇതുപോലെ തെറി പറഞ്ഞ് വരില്ല. എനിക്കതിന് നല്ല മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. അധികം കാലമൊന്നും ഇവള് കളിക്കൂല. ഇവളുടെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പൊ തെറിക്കും. അത് കണ്ടോ? അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കണം. ഇവളുണ്ടല്ലോ ഈ പത്തിയൊക്കെ താഴ്ത്തും. ഇനി ഒരാണിന്റെ നേരക്ക് ഇവള് ഇജാതി തെറിയും വിളിച്ചിട്ട് പോകൂല. ഇവളെ വിചാരം എന്താ അറിയോ? ഇവളെങ്ങോട്ട് ഉപദ്രവിച്ചും ഇവള് 4 തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആണുങ്ങളും അവളുടെ കെട്ടിയവനെ പോലെ ആത്മഹത്യ ചെയ്യുന്ന. എല്ലാരും അതുപോലെ ചെയ്യൂലട്ടോ. നല്ല എണ്ണം പറഞ്ഞ പണിയാണ് കിട്ടും. മനസ്സിലായോ? ഇജി ചെയ്യുന്ന തെമ്മാടിത്തരം വിളിച്ച് പറയുന്നേ ചെയ്യും. അതിന് ഇജി കേസ് കൊടുക്കേ എന്താച്ച വേണം ഇജി ചെയ്തോ. ഇജി തെറി പറഞ്ഞു വെച്ചിട്ടൊന്നും എനിക്കതൊന്നും ഒരു പ്രശ്നേ ഇല്ല. കാരണം ഞാനിത് കുടുംബശ്രീക്ക് യോഗം കൂടാൻ വന്നതല്ല. ഈ യൂട്യൂബ് ചാനലില് എനിക്കറിയാം ഇത്തരം പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടിയിരുന്നത്. അതെങ്ങനെ നേരിടണമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അത് ഞാൻ നേരിടുകയും ചെയ്തോളാം. അപ്പൊ അത് പറഞ്ഞ് ജിന്നെ ഇനി പേടിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ പേടിച്ചുക്കണു കേട്ടോ. അപ്പൊ ഇവളെ ക്രീം വാങ്ങി തേക്കണോലോടാ ഞാൻ പറയാനുള്ളത്. മുഖം വെളുത്തില്ലെങ്കിലും നിങ്ങൾക്ക് നേരം വെളുക്കും. അതാണ് വാങ്ങി തേക്ക. വേണ്ടിന്നില്ലാന്നാവും. വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കരുത്. ഓരോരോ പൊട്ടത്തരങ്ങൾ ഓരോന്ന് കാട്ടി ഇവളുടെ പേരിലത് ഇറക്കി കൊടുത്തിക്കണതിനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ അറിയാം. ഷാജി ക്രീം അതിന്റെ പേര്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചറിയാം ഇതിന് പ്രത്യേകിച്ച് കമ്പനിയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ വേറൊരാൾക്ക് ചുമതലയോ ഒന്നുമില്ലാന്ന്. ഇവൾക്ക് എന്താ, ഇവള് നിന്നാ മറ്റേ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ 4 തെറി വിളിക്കും. അല്ലാതെ ഇവൾക്ക് എന്താ, ഇതൊക്കെ നമ്പിയിട്ട് വാങ്ങി തേച്ചിട്ടുണ്ടെങ്കിൽ മൂഞ്ചിയിട്ട് അങ്ങോട്ട് പോവും. നല്ലോണം ആലോചിച്ചോളുണ്ടോ. ഇവൾക്ക് വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഉമ്മല്ല, വാപ്പല്ല, എല്ലാരും ഇവള് പരക്കെ തെറി വിളിച്ചും കൊണ്ടാണ്. പിന്നെ ഇപ്പൊ എന്നെ വിളിച്ചില്ല അതിശയം? അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയുന്നേ ചെയ്യും. ലോക ഫ്രോഡ് കളിയാണ് ഇവളെ നമ്പണ്ട. കഴിയുന്ന ആളുകൾ ഇവളെ അൺഫോളോ ചെയ്തിട്ട് പോയിക്കോളി. കാരണം എന്താ അറിയോ, ഇവള് ചെയ്യുന്ന തെറ്റിന് നിങ്ങളും നാളെ വഴിയെ പറയേണ്ടി വരും. ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ടാണ് ഇവള് നന്നായി കണ്ടന്റ് ഉണ്ടാക്കി കാശുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്നത്. എന്താച്ചാ ചെയ്യ കേട്ടോ. നമുക്കൊന്ന് കാണാലോ. ഇവള് വന്നിട്ട് ഇവള് സുബൈ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര കുപ്പായത്തിലാണ് ഞാൻ ഇരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് അയ്യോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പാറമ ചിരട്ടിട്ട് ഓരോരുത്തന്നെ ഓളാ സൗണ്ടും കൊണ്ട് ഓളിങ്ങോട്ട് വരും സുബൈക്ക് നാട്ടുകാരെ മൂഞ്ചിച്ചാന്. അതാണ് ഇവള് വകുപ്പ്. ഇവളൊക്കെ നമ്പ്യ കണ്ടില്ലേ, 2 തല ഉണ്ടാവൂല. അവള് വിളിച്ച തെറിങ്ങൾ കേട്ടില്ലേ? എന്റെ കമന്റ് ബോക്സ് നിർത്തോക്കാം. ഇവള് വിളിച്ച തെറി മുഴുവൻ അതിനകത്തുണ്ട്. എന്നാലോ അവള് വീഡിയോ ചെയ്യുമ്പോൾ അവളെ ക്രീം വെക്കുമ്പോൾ നിസ്കാരക്കുപ്പായം മസ്റ്റ് അവൾക്ക്. ഇവളെ പോലത്തെ സ്വന്തം തള്ളനെ ജാതി തെറി വിളിച്ചിട്ടും സ്വന്തം അടിവസ്ത്രം കൂടി ഇല്ലാതെ സ്വന്തം തള്ളയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഓളിങ്ങനെ കുറെ നിസ്കരിച്ചിട്ട് നോമ്പ് വെച്ചിട്ട് എന്ത് കാര്യ? ഇവള് ചെയ്യുന്ന അക്രമം. ഇവള് കാരണം അവളെ മാപ്പിള മരണപ്പെട്ടു. ദുനിയാവിനും ആഖിറത്തിനും ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഇവള്. ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ല. ഇത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്താൽ എന്താ അറിയോ, ഇജിന്നോട് എനിക്കൊരു വാണിംഗ് ഇജ് തന്നു. ഇനി എന്റെ വീഡിയോ ഇജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് ഇജ് അറിയുന്ന ഇജിന്നോട് പറഞ്ഞു. ഇതുവരെ ഞാനത് രണ്ടാമതൊരു വീഡിയോയെ കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവളെ പണി എന്താന്നുള്ളത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോളി. കുട്ടികളുടെ ഒന്നും വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തന്നു. ഇവിടെ ആ കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുന്ന തെറിയും
കുട്ടികളെ കൊണ്ട് ഓരോ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതും ഞാൻ വലുതായ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇവളൊക്കെ ശരിക്കും പിടിച്ച് ഉള്ളിലിടണം. എന്നിട്ട് അവള് നാട്ടുകാരെ നന്നാക്കി ഇറങ്ങിയിരിക്കണം. ഇതൊന്ന് കേസ് കൊടുക്ക്, എൻ്റെ സകലമാന കള്ളിയും പുറത്തു വരട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ. ഞാനത് നേരിട്ടോളാം, എങ്ങനെ വേണേലും ഞാൻ നേരിട്ടോളാം. അവളിട്ട കമന്റ്സുകളും നോക്കിയേ. ഹായ്, പിന്നെ ഞാനിപ്പോ വന്ന എന്തിനാ അറിയോ? മട്ടപ്പായിരം അയക്കണു. സമയത്തിലയക്കണു എൻ്റെ അത് ബാറ്റ് കഴിഞ്ഞു. 2 മണി. 2:32 ഞാൻ ഇപ്പൊ വന്ന എന്തിനാ അറിയോ? സാജി ഒരു വീഡിയോ ഇട്ടിക്കണു. അത് ലൈവായിട്ട് ഇട്ടിക്കണേ. അത് കാരണം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് കാണിച്ചു തരാം. എന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ അത് ഞാൻ തന്നെയാണ് കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. ഞാനാണത്. അവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവും, ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ടും വീഡിയോസ് ഇടുന്നുണ്ട്. എടോ നാറി ഷെരീഫ്, എനിക്ക് നിന്നോട് എന്താ പറയാണെന്ന് വെച്ചാല്, എടാ നീ നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയുന്നത്. എടാ കൂട്ടുകാരന്റെ ഭാര്യക്ക് കൂട്ടുകാരൻ ഉളിപ്പുണ്ടടാ ഭാര്യന്റെ കാര്യങ്ങൾ നിന്റെ രഹസ്യങ്ങൾ പറയാന്. അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വേണ്ടെന്ന് നിനക്ക് അറിയൂടാ? ഞാൻ എന്റെ കബീർക്കും കൂടി ഇട്ടുള്ള രഹസ്യങ്ങൾ നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. രഹസ്യങ്ങളും ഞങ്ങളുടെ മണിയാണെങ്കിലും ഞങ്ങളുടെ വേറുള്ളത് സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. എടാ നാറി ഷെരീഫ്, എന്റെ കെട്ടികൾ എങ്ങനെ മരിച്ചു നീ തെളിയിക്കണം. നാറി നീ തെളിയിക്കണം. മണ്ണാർക്കാട് നാട്ടിലാണ് എന്റെ മരിച്ചത്. ഓക്കാസ് തിയേറ്ററിന്റെ തൊട്ട് ബാക്ക് കുട്ടികളുണ്ടാവും, ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ടും വീഡിയോസ് ഇടുന്നുണ്ട്. എടാ നാറി ഷെരീഫ്, എനിക്ക് നിന്നോട് എന്താ പറയാണെന്ന് വെച്ചാല്, എടാ നീ നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയുന്നത്. എടാ കൂട്ടുകാരന്റെ ഭാര്യക്ക് കൂട്ടുകാരൻ ഉളിപ്പുണ്ടടാ ഭാര്യന്റെ കാര്യങ്ങൾ നിന്റെ രഹസ്യങ്ങൾ പറയാന്. അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വേണ്ടെന്ന് നിനക്ക് അറിയൂടാ? ഞാൻ എന്റെ കബീർക്കും കൂടി ഇട്ടുള്ള രഹസ്യങ്ങൾ നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പറഞ്ഞ കേട്ടോ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. പറഞ്ഞു ഒരു കാര്യം പറയുമ്പോ ഓളുകളെ കബീർക്ക് തമ്മിലുള്ള രഹസ്യങ്ങളോട് ആരോടും പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞോളൂ, ഡാൻസിനോട് പറഞ്ഞോളൂ, അഫ്സലിനോട് പറഞ്ഞോളൂ. കബീർക്ക് എവിടെ? കബീർക്ക് തൂങ്ങി മരിച്ചു. മരിച്ചാളെ കുറിച്ച് ഞാൻ ഒരു മോശവും പറയല്ല. കാരണം എന്താ, ഇവള് കാരണമാണ് ആ ചെങ്ങായി മരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇവള് എന്താ പറയാ, മോയല് പ്രസവിച്ച അസ്താഫുറുള്ള അത് വേണ്ട. ഇവൾക്ക് 5 കുട്ടികളുണ്ട്. ഇവൾക്ക് ഈ 5 കുട്ടികളും കൊണ്ട് എന്താ പറയാ, കൽപ്പന അല്ലേ, ഞങ്ങളാ ബംഗാളി കുടുംബക്കാരാണ്, മല വെള്ളം ഒലിച്ചു പോയി അറിഞ്ഞില്ലേ, അതേമാതിരി ഇവളോരോ കണ്ടന്റോട് ഇറങ്ങും നാട്ടുകാരെ മുഞ്ചിച്ച. ഇവളിപ്പോ ഇന്നെ കുറിച്ച് പറഞ്ഞ വീഡിയോ ആണിത്. ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ഞാനായിട്ട് കേൾപ്പിച്ചെന്താ അറിയോ, കേൾക്കാത്തവർക്ക് ആണ് കേട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക്. ബാക്കി കേക്ക് ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ വേറുള്ളത് സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. എടാ നാറി ഷെരീഫ്, എന്റെ കെട്ടികൾ എങ്ങനെ മരിച്ചു നീ തെളിയിക്കണം. നാറി എനിക്ക് ക്രൈംബ്രാഞ്ചിലല്ലേ പണി. മണ്ണാർക്കാട് നാട്ടിലാണ് തൂങ്ങി മരിച്ചത്. ഓക്കാസ് തിയേറ്ററിന്റെ തൊട്ട് ബേക്കറിയില് ഗോൾഡൻ ബേക്കറിന്റെ നേരെ മുകളിലാണ് തൂങ്ങി മരിച്ചത്. അന്ന് ഞാൻ നാട്ടിലായിരുന്നു. കേസ് നടന്നിട്ടുണ്ടായിരുന്നത്. നീ ഒന്ന് വന്ന് അന്വേഷിച്ച് നോക്കടാ. നിനക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കടാ. വേറെ പണിയില്ലല്ലോ. എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടേ. നിന്റെ കെട്ടിയോളുടെ ഫോട്ടോ ഇടറാ, നിന്റെ പെങ്ങളുടെ ഫോട്ടോ ഇടറാ. മാറി എടാ നീ പറഞ്ഞല്ലോ യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും സാധനങ്ങൾ ഇടുന്നത്. എടാ നിനക്ക് നിന്റെ സ്വയമായിട്ട് നിനക്ക് ചെയ്താൽ പോരാ. നീ നിന്റെ കെട്ടിയോട്ട് അയച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് കൂടി കളിച്ചാൽ പോരല്ല. നീ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് നീ എന്തിനാണ് വീഡിയോ ഇടുന്നത്? അത് നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ലോ മോനെ. അപ്പൊ ഞങ്ങൾ എന്തിനാണ്? അല്ല മോളെ, ഇതൊക്കെ പറയണേ എന്റെ കമന്റ് ബോക്സ് എന്താ ഓണാക്കാത്തു? എനിക്ക് അതാണ് പിടുത്തം കിട്ടാത്തത്. ഇവൾക്ക് ഈ പറയുന്ന ധൈര്യല്ലേ, ആ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്കാൻ പറഞ്ഞോക്കാം. നടക്കൂല. ഒരാളില്ല സപ്പോർട്ടിന്. അതെന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. അപ്പൊ ഞമ്മക്ക് ഇനി കാര്യത്തേക്ക് വരാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ഇവളിപ്പോ എന്നെ തെറി വിളിച്ചില്ലേ, അതിലൊന്നും ഒരു അതിശയമല്ല. കാരണം എന്താ അറിയോ, സ്വന്തം ഇമ്മാനി വാപ്പാനി പച്ച തെറി വിളിച്ച ഇവൾക്ക് ഇപ്പൊ ഇന്നെ തെറി വിളിക്കാം ഒരു പ്രയാസമല്ല എന്നുള്ള കാര്യം ഇങ്ങൾക്കും അറിയാം,
എനിക്കും അറിയാം. എനിക്കാണെങ്കിൽ ഇതൊരു വിഷയമല്ല. കാരണം എന്താ അറിയോ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതിക്ക് വരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടി വരും എന്ന് നല്ല ബോധ്യത്തോടെ തന്നെ ഞാൻ വന്നിക്കണത്. ഞാൻ ആദ്യ കാലങ്ങളിൽ ഇവളെ ആ കുട്ടികളെയും പെറുക്കെടുത്ത് നടക്കുന്ന സമയത്തേ ഞാൻ എനിക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. കാരണം ഭർത്താവ് മരിച്ചു, ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കഷ്ടപ്പെടുകയാണ്. ആ ഒരു സെന്റിമെൻ്റൊക്കെ തോന്നിയിട്ട് ഞാൻ നല്ല കമൻ്റൊക്കെ ഇട്ടിരുന്നു. പിന്നെയാണ് എൻ്റെ കമൻറ്റ് കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നത് ഇതാണ് സ്ഥിതി എന്ന്. അങ്ങനെ ഞാൻ വേറെ 1-2 ആളുകളോട് അന്വേഷിച്ചു. എൻ്റെ പൊന്നോ, ഇവളെ കാര്യം പറയുമ്പോഴത്തിന് എന്നെ തെറി. ഇപ്പം ഇന്നിൻ്റെ ഇൻബോക്സ് മുഴുവൻ ഇവളെ കുറിച്ചിട്ടാണ്, ഇവളെ മഹിമകൾ. ഇവളാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇവളെ വാങ്ങിക്കൊടുത്തതിനുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. ഒരു 200 ചില്ലാനൊക്കെ സബ്സ്ക്രൈബ് ഉണ്ട് ഇവൾക്ക്. ഇതും തൂക്കി പിടിച്ചും കൊണ്ട് ഇവള് രാവിലെ ഇറങ്ങും പെരിയും. എന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ശരി, ഹോട്ടലിൽ കയറിയാലോ ബാത്റൂമിൽ കയറിയാലോ എവിടെ കയറിയാലും ഇത് വാങ്ങുക, ഇതിന് പേരിലും പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കി വെക്കാനിരിക്കുക. കുറച്ച് കാലമായിട്ട് ഇവിടെ പണി ഇതാ. പറയുമ്പോൾ ഞങ്ങളോടാ പറയണത്. ഇവര് 4 പുറ ഇരിക്കുന്നുണ്ട് എൻ്റെ വയറിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. അണക്കല്ലേ ഇവിടെ ഇന്ന വില അല്ലാത്തുള്ളൂ, ഇവർക്കൊക്കെ തന്നെ വില ഇല്ലേ ഇല്ലേ? എന്നാ മതി. എടാ നാറി ഷെരീഫേ, അല്ല സോറി, അത് ഞാൻ തന്നെയാണല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചെന്താ അറിയോ, അത് നിങ്ങളാരും കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇടങ്ങേറും, അതുകൊണ്ട് കാണിച്ചു തന്നതാണ്. ഓളിപ്പോൾ ഇത് വലിയ എന്തോ സംഭവമാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ഇട്ടിക്കണത്. ഇന്നലെ ലൈവിൽ വന്നിട്ട് ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തി പോയതാ ഓളെ. അത് അധികാരം കണ്ടിട്ടില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, ഇവളെന്താ പറയുന്നതെന്ന് എത്തി നോക്കാതെ ആ യൂട്യൂബ് എന്നാണ് കഴിയുന്ന അത്രയാണ് റിപ്പോർട്ട് അടിക്കുക. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഇങ്ങൾക്കും ഉണ്ട് ഉമ്മയും വാപ്പിയും ഒക്കെ. നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ നമ്മുടെ വീടിൻ്റെ ചുമര് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കുടുംബ പ്രശ്നം കൊടുന്നോ തോൽവിയാണ്. ഒരിക്കലും അത് ജയിച്ച മാതാപിതാക്കളെ ചവിട്ടി താത്തിയിട്ട് നമ്മൾ എത്ര 100 ഹജ്ജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹ്ക്ക് വേണ്ട. ഇവളെങ്ങനെ അറിയണോഫല്ലേ, രാവിലെ അവല് സുബൈക്കിണ്ട് ഇറങ്ങും ആ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട്. ഇവളെ വിചാരം നിസ്കാരക്കുപ്പായം കണ്ടാലാണ് വെളുത്തിട്ട് പാർന്ന ക്രീം വാങ്ങുന്ന ആളുകളെന്നാണ്. അതിൻ്റെ ഇട്ട് വേണ്ട അസ്സലാമലൈക്കും പ്രസംഗിച്ചിനെ ഞാൻ ഒന്ന് വിട്ടിന് ഇതേമാതിരി സൗണ്ട് ഇങ്ങോട്ട് വരൂല പുറത്തേക്ക്. എന്നിട്ട് അതിൽ ആ ഒച്ചയിലോട് സലാം പറയും. ഇബിലീസ് തൂറിയാലും തീട്ടാണ്, ഓൻ തൂറിയാലും തീട്ടാ. ആ ഇറ്റാണിത്. എന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഇവിടാണ് അവളെ ഷാജി സ്ക്രീം വെക്കണം നിസ്കാരക്കുപ്പായം ഇട്ടിട്ട്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ട്, ഇവള് ഈ ക്രീം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് അവല് സുബൈക്കുണ്ട് ഇറങ്ങും. ഇന്നലെ ഉച്ചക്ക് എന്താ പരിപാടി അറിയോ, സുബൈ വാങ്ങ് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങല് നിസ്കാരക്കുപ്പായം കൊണ്ട്. ലുഹുർ വാങ്ങ് കൊടുക്കുമ്പോൾ കാണാം തള്ളക്ക് വിളിച്ചും കൊണ്ടില്ല തെറി, ഒടുങ്ങല്ലൂര് തെറി. ഇവിടെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചോന് പോലും ഒരു പിടുത്തം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് 3 തികയതിൻ്റെ മുന്നേ ഓള് ലൈവിൽ വന്നിക്കണം. ഭർത്താവിൻ്റെ കാരണം പറഞ്ഞിട്ട് ചില്ലറ കുഴപ്പമൊന്നുമല്ല മകളെ. എനക്ക് ഇജിന്നോട് എന്താ പറഞ്ഞ, എൻ്റെ ഒരു വീഡിയോ വെച്ച് ചെയ്താ ഇജിന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, ഇജിന്നെ അങ്ങോട്ടാക്കും, ഞാൻ നാട്ടിലേക്ക് ഇറങ്ങൂല്ലേന്ന് ഇജ്ജ് വഴുകാതെ കണ്ടു കേട്ടോ. ഞാൻ നാട്ടിലും ഇറങ്ങും, കൂട്ടിലും ഇറങ്ങും, കാട്ടിലും ഇറങ്ങും, എവിടെ ആയാലും ഞാൻ വേണമെങ്കിൽ കിണറ്റിലും ഇറങ്ങും. നമ്മളോടാ കടുവ കുടുങ്ങിയ എന്തെങ്കിലും ആട്ടെ. പിന്നെ അപ്പൊ ഇന്നെ എന്ത് കാട്ടിയിട്ട് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ആവശ്യത്തിന് കിട്ടൂല. അപ്പോൾ പേടിപ്പിക്കരുത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഈ ഓണം വിഷു വന്ന മാതിരിയാണ് ഇപ്പൊ ഈ പറഞ്ഞ തെറി മുയ്യോ എൻജോയ് ചെയ്ത്. ഞാനാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കണേ. നിങ്ങൾക്കൊക്കെ അയച്ചത് ഞാനല്ലേടാ ഇന്ന തെറി പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിരിക്കണോ? സത്യസന്ധമായിട്ട് പറയും, ഞാൻ അയച്ചെന്നല്ലേ കേട്ടോ. സ്മരണ വേണം, സ്മരണ. എന്ത് വിചാരിച്ചു എൻ്റെ യൂട്യൂബിൽ നിന്നാണ് ഇത് പുറത്ത് പോയി നിൽക്കണമെന്ന്? അല്ല, ഞാനാണ് ഇവർക്കൊക്കെ അയച്ചു കൊടുത്തത്. എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വരെ ഞട്ടു. ആരാ എന്നോട് ഇത്ര വലിയ നന്ദി കാണിക്കുക ഇജ്ജ് പറ. അപ്പം ഇതിക്കും വലിയ പ്രൊമോഷനൊക്കെ ഇവിടുന്ന് കിട്ടുക. അതൊക്കെ ഇപ്പൊ പോവും. അതിനുള്ള എല്ലാ വഴി റെഡി ആയിക്കണു. ഓളെ യൂട്യൂബൊക്കെ ഇപ്പൊ തീരുമാനമായി.
അതുകൊണ്ട് മകളെ സാജിദ, എനിക്ക് എന്നോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് അന്നോട്ട് ഇങ്ങനെ ബളബളേന്ന് പറഞ്ഞു നിൽക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷെ ഈ ഒന്നെറിഞ്ഞ 4 എണ്ണം ഷെരീഫ് എറിയും, മനസ്സിലായോ? അതുകൊണ്ട് ജാളും തരം നോക്കി കളിച്ചു. മണ്ണാർക്കാട് ഇന്റെ മറ്റേ പെരയുടെ വളപ്പിലാണ്, അതിർത്തിയിലാണ് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് അങ്ങനെ ഞാൻ എന്താ പറയാ, മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന മാതിരി എൻ്റെ അടുത്തേക്ക് ആ ഒരു ചീഞ്ഞ ഡയലോഗും കൊണ്ട് വരണ്ട. ഇവളെ യൂട്യൂബ് ചാനലൊന്നും എടുത്തു നോക്കൊണ്ടു, ഡെയിലി ഏതെങ്കിലും ചെക്കന്മാരുണ്ടാവും ഇവള് തെറി പറഞ്ഞിട്ട്. മറ്റേ ഒരു സ്വാമിയുടെ ഒരു ഇതില്ലേ, ഏതേ ഒരു സ്വാമി വന്നിട്ട് ചോദിക്കൂലേ 49 ആൾ ഇതിനെ വഴി തെറ്റി പോയോ ചോദിക്കൂലേ. അപ്പൊ 49 ആൾക്ക് വഴി തെറ്റിയോ? നിങ്ങൾക്കല്ലേ സ്വാമിയെ വഴി തെറ്റിയെന്ന്. എനിക്ക് തെറ്റൂല, ഞാൻ പെരിയ സ്വാമിയാണ് അറിയും. അയാൾക്ക് വഴി തെറ്റിക്കണേ, എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് 49 ആൾക്ക് വഴി തെറ്റിക്കണോ. 50 ആള് പോകുമ്പോ ആ ഇറ്റാണ്. ഇവിടെ പറയുന്ന പോലെ ഒക്കെ മോശക്കാരാ, ഇവള് നല്ലോളൂ. എങ്ങനെയുണ്ട്? നാട്ടിൽ പോയിട്ട് മീറ്റ് ഞാൻ ഇനിയിപ്പോ ഓളായിട്ട് ഒരു ഗെറ്റ് ടുഗദർ നടത്താം നാട്ടിൽ പോയിട്ട്. ഓളെന്താ ഓളെ അയലോക്കത്തെ അടി ഉണ്ടാക്കണുണ്ട് ഗുണത്, ഞാൻ കാണിച്ചുതരാം. നാളമേരിയ ചെങ്ങായി എന്ത് വിളിച്ചിട്ട് പെണ്ണിനെ പറയുമ്പോ പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ആ ബോധം നമുക്കൊക്കെ പെണ്ണന്മാരുള്ളതാ, മനസ്സിലായോ? ഇതൊന്നും അതിന് അർഹതപ്പെട്ടതല്ലേ. ഇവള് ഉമ്മാനെ കുറ്റം പറയുന്നുണ്ടോ? ഇവള് ഉമ്മാനെ കുറ്റം പറയുന്നതോളം മക്കളെ മുമ്പിൽ വെച്ചിട്ടാ, അതറിയോ നിങ്ങക്ക്? ഈ മക്കള് നാളെ ഇത് ചോദിക്കും. പടച്ചോൻ തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കണു. അല്ലല്ല, നമ്മളൊക്കെ ജുമാക്ക് പോണ മനുഷ്യന്മാരാ. ജുമാക്ക് പോകുമ്പോ പുത്തുമ്പോ കേറുമ്പോ തന്നെ കാലേര് പറയുന്നത് കേട്ടിക്കണോ അജ്? റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഹീറാന്ന്. ചെറുപ്പകാലത്ത് എന്നെ എങ്ങനെ നോക്കിയോ എൻ്റെ മാതാപിതാക്കളെ, അതുപോലെ എനിക്കും അവരെ നോക്കാനുള്ള ഭാഗ്യം തരണേന്ന് നമ്മൾ ദ്വാ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കണേ. ഇവിടെ മക്കൾ എന്ത് പറഞ്ഞിട്ടാ ദ്വാ ചെയ്യാ? ആലോചിച്ച് നോക്കാം. നമ്മളെ മാതാപിതാക്കള് നമ്മളെ നോക്കിയ പോലെ നമ്മൾ തിരിച്ചു നോക്കണം എന്നാ പറയണത്. ഇവളെന്താ ഈ മക്കളെ പഠിപ്പിച്ചുണ്ടാക്കണത്? ആ കുട്ടികളൊക്കെ പറയുന്ന വർത്താനം എന്താ വെച്ചിട്ടാ? ആകെ സുർക്കിയിലിട്ട അരിമുളക് മാറി ഇത്ര വലിപ്പമുള്ളൂ. എന്താ ഒറ്റയൊക്കെ സംസാരിച്ചിട്ടാ? കുഞ്ഞു പൈതങ്ങളല്ലേ, അതിനെ പറഞ്ഞ് പഠിപ്പിച്ചിന വിഷയങ്ങള്. എന്നോട് ഓള് എന്താ പറഞ്ഞാരോ, മുണ്ടാണ്ടിരിക്കുന്ന എന്നെ വിളിച്ചിട്ട് വെറുതെ ഈ മറ്റേ കടന്നുറങ്ങണ പൂച്ചറയത്തേക്ക് എലിയല്ലേ, ഇതൊരു നോണ്ടലല്ലേ, ആ ഐറ്റപ്പോള് കാട്ടിയത്. ഞാൻ എന്നോ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ ഓളിപ്പളാ തോന്നുന്നുള്ള കണ്ണ്. അതൊന്നും ഓളെ ലിസ്റ്റിൽ ഓരോരുത്തർ കണ്ടപോലെ ആളുകൾ ചെയ്തുകൊണ്ടല്ലോ. ലിസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പായി വരിക കാലം. ഇന്നലെയാണ് എൻ്റെ ഡേറ്റ്. ഇന്നലെ വന്നിട്ട് എന്നോട് വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചതാ അവള്. ഒന്ന് ചെയ്താ ഓളിന്നെ കാണിച്ചു തരാന്നാ പറഞ്ഞത്. ഇതിപ്പോ രണ്ടാമത്തെ. ഇനി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. മറ്റേ ഇപ്പം പറഞ്ഞ മാതിരി എനിക്ക് ഇനി നിന്നെ തല്ലാൻ വയ്യ, ഞാൻ കുഴഞ്ഞു പറയില്ലേ, അതേമാതിരി അപ്പം എൻ്റെ അവസ്ഥ. ഇനി ചൊറിഞ്ഞ ഇനി 2 എണ്ണം ചെയ്യും, മിനിമം 2 എൻ്റെ കണക്ക്. അതെന്തായിട്ടാണെങ്കിലും ശരി. അതുകൊണ്ട് ആളും നേരം നോക്കി കളിക്ക്. ഇത് മറ്റുള്ളവരോട് കളിക്കണ മാതിരി എന്നോട് കളിക്കണ്ട. ഞാൻ വലിയൊരു സംഭവം അല്ലേ? അതെ സുരേഷ് ഗോപിയാ. ഓള് വന്ന കുണങ്ങട്ട് എന്തല്ല ഇവള് അല്ലേ അയൽവക്കത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എണീറ്റ് പോകാൻ പറഞ്ഞാളെന്നാ പറയുമ്പോൾ എന്റെ പെരയുടെ അവിടുന്ന് പോയില്ല ഇതുവരെ. അല്ല ഇജ്ജ് പറയുമ്പോൾ എന്റെ പെരയുടെ അവിടുന്ന് പോയില്ല ഇതുവരെ. എപ്പോഴും അവിടെ ഇരിക്കുക. ഇവളാര് പറഞ്ഞാലും ശരി, ഇവളെ ഓല അയലോക്കത്താക്കാരം. അടുത്ത വീഡിയോയിൽ ഞാൻ നിന്റെ അയലോക്കത്ത് ഉണ്ടറാ, ഞാൻ നിന്റെ അയലോക്കത്ത് ഉണ്ടറാ. അത് നെട്ടിച്ചനാരനെ അതും കൂടി ചിന്തിക്കണ്ടേ. ഒക്കിലൊതുങ്ങണേ കൊത്താവും. എല്ലാവരും ഇപ്പോൾ ഓളെ മാപ്പിളുടെ മാതിരിയാണ് പോയി തൂങ്ങി വെച്ചു. ഇവളെന്തേലും പറയുമ്പോഴത്തിന് ആണുങ്ങളെ കാണാത്ത കുഴപ്പമാണത്. അത് നേരെ കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും.
ഈ ഓൾക്ക് യൂട്യൂബ് ചാനൽ പറഞ്ഞ പണ്ട് ആരോ പറഞ്ഞ മാതിരി ദൂറാത്തോൻ ദൂരെ അത് ഇട്ടം കൊണ്ടാറാട്ടത് കേട്ടിട്ടില്ലേ ആയിട്ടാ ഓൾ ഇതാണ് കണ്ടപ്പോ ഇതാണ് എല്ലാന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഓളെ മറ്റേ കെട്ടിയവനും യൂട്യൂബ് ചാനലാണ്, കുടുംബവും യൂട്യൂബ് ചാനലാണ്. ഇനി ഓള് അഥവാ മരിച്ച അതിലാണ് മറയുകയും ചെയ്യാം. അല്ല അപ്പൊ എന്താ പറയാ.